കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പത്രസമ്മേളനം നടത്തിയിരുന്നു. ആ പത്രസമ്മേളനത്തിലും അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത്, മെറ്റയുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ആശയവിനിമയവും കേരള ഗവൺമെൻറ്റോ പോലീസോ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് തൽക്കാലം നമുക്ക് വിശ്വസിക്കാം എന്നാണ് ഏറ്റവും ആദ്യം കേൾക്കുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ പല കാര്യങ്ങളിലും പിന്നീട് നമ്മളൊന്നും കൂടി അന്വേഷിക്കുമ്പോൾ അതിനകത്ത് വലിയ കുഴപ്പങ്ങളൊക്കെ തന്നെ പല കാര്യങ്ങളിലും കണ്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നൊരു കാര്യമാണ്. ഈ വിഷയം എന്താണ് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഓർക്കുന്നുണ്ടാവും. കാരണം റിപ്പോർട്ടർ ടിവിയുടെയും അതുപോലെ തന്നെ ന്യൂസ് മലയാളത്തിൻ്റെയും കൂടാതെ കൈരളി ടിവിയുടെയും മാത്രം ഈ 3 ചാനലുകളുടെ മാത്രം കേരളത്തിൽ നിന്നുള്ള നിരവധി വാർത്താ കാർഡുകൾ പിൻവലിക്കപ്പെട്ടു എന്നുള്ളത് നമുക്കറിയാം. ആ പിൻവലിക്കപ്പെട്ടത് എന്ന് പറയുന്നത് എല്ലാം തന്നെ ഏതാണ്ട് ഒരെണ്ണം ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം തന്നെ വി.ഡി. സതീശനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എതിർപ്പുയർത്തുന്ന പ്രചരണമുയർത്തുന്ന കാർഡുകളായിരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ കാർഡുകളിൽ ഒരെണ്ണം പോലും അവരുടെ ഒരു കമ്മ്യൂണിറ്റി നോംസ് അനുസരിച്ച് നിലനിൽക്കാൻ പറ്റാത്ത എന്തെങ്കിലും തരത്തിൽ മോശപ്പെട്ട കാര്യങ്ങളുള്ള ഒരു കാർഡുമായിരുന്നില്ല. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോണിൻ്റെ മകളടക്കം വി.ഡി. സതീശനെതിരെ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾ, ആ ആരോപണങ്ങളടക്കമുള്ള കാർഡുകൾ, പിന്നെ പിണറായി വിജയൻ്റെ കാർഡുകൾ, അദ്ദേഹം പറഞ്ഞതിനെക്കുറിച്ച്, കൂടാതെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയൻ പറഞ്ഞതിനെക്കുറിച്ച്, കൂടാതെ ബിനോയ് വിശ്വം CPIയുടെ നേതാവ് പറഞ്ഞതിനെക്കുറിച്ച്, ഇങ്ങനെയുള്ള നിരവധി കാർഡുകളാണ് മാറ്റപ്പെട്ടത്. കൂട്ടത്തിൽ വി.ഡി. സതീശനെ പുകഴ്ത്തിക്കൊണ്ട് ബിഷപ്പ് പറഞ്ഞിട്ടുള്ള ഒന്നോ രണ്ടോ കാർഡുകൾ കൂടി മാറ്റിയിരുന്നു. പക്ഷെ അപ്പോഴും മുഖ്യമന്ത്രി വളരെ ലളിതമായി പറയുന്നത്, ഞങ്ങൾ ഇവിടെ നിന്ന് യാതൊരുവിധ കമ്മ്യൂണിക്കേഷനും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ കൊടുത്തിട്ടില്ല എന്നുള്ളത് നമുക്ക് താൽക്കാലികമായി വിശ്വസിച്ചാൽ പോലും അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ തെലങ്കാനയിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും മറ്റു പല സ്ഥലങ്ങളിലുമൊക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു നിലപാട് വളരെ സ്ട്രോങ് ആയി നമ്മുടെ മുഖ്യമന്ത്രി എടുക്കാത്തത് എന്താണ്? അദ്ദേഹം വളരെ ലളിതമായി പറയുന്നത്, ഇത് ഗ്രീവൻസ് ഉള്ള പാർട്ടികൾ നിങ്ങൾ എന്ത് ചെയ്യൂ, മെറ്റയോട് പറയൂ, പരാതി കൊടുക്കൂ, ഞങ്ങൾ പുറകിൽ നിൽക്കാം എന്നുള്ളതാണ്. പുറകിൽ നിൽക്കുകയല്ല, യഥാർത്ഥത്തിൽ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി താങ്കൾ നിലകൊള്ളും എന്നാണ് താങ്കൾ പറയുന്നതെങ്കിൽ, താങ്കൾ അങ്ങനെ പറഞ്ഞിരുന്നു വാർത്താ സമ്മേളനത്തിൽ. അതായത് എനിക്കെതിരെ എന്നെ അപഹസിക്കുന്ന കാർഡ് പോലും തിരികെ തരണമെന്ന് വേണമെങ്കിൽ ഞാൻ ആവശ്യപ്പെടാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ വേണമെങ്കിൽ ആവശ്യപ്പെടേണ്ട കാര്യമല്ല മുഖ്യമന്ത്രി വി.ഡി. സതീശൻ താങ്കൾ ചെയ്യേണ്ടത്. കാരണം താങ്കൾ കേരളത്തിൻ്റെ ഒരു നായകനാണ്. ഇപ്പോൾ ആ നായകൻ എന്നുള്ള നിലക്ക് കേരളത്തിൽ മലയാളികളായിട്ടുള്ള ആളുകൾ അവർ കാണേണ്ട കാർഡുകൾ, അതും പ്രത്യേകിച്ച് ഒരു കാര്യം കൂടിയുണ്ട്. കാരണം റിപ്പോർട്ടർ ടിവിയുടെയും ന്യൂസ് മലയാളത്തിൻ്റെയും അതുപോലെ കൈരളിയുടെയും ഈ 3 ചാനലുകൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അവർ മാത്രമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ജേർണലിസത്തിൻ്റെ പണികളെടുക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ തന്നെ ഒരു VD മീഡിയ അല്ലെങ്കിൽ സതീശ മേനോൻ ഭജൻസ് മീഡിയ എന്നൊക്കെ വിളിക്കാവുന്ന ലെവലിലേക്ക് അധപ്പതിച്ചിരിക്കുന്ന മീഡിയകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരോരോരുത്തരും യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഈ പറയുന്ന പോലെ കാർഡുകളൊന്നും അവരുടെ ഒന്നും പോകുന്നില്ല, പകരം നിങ്ങളുടെ കാർഡുകൾ മാത്രം പോകുന്നു എന്ന് പറയുന്നതിൽ അസ്വാഭാവികതയില്ലേ? ആ അസ്വാഭാവികത പോലും എന്താണ് വളരെ നിസ്സാരമായി താങ്കൾ വിട്ടുകളയുന്നത് എന്തുകൊണ്ടാണ്? പിന്നെ ഏറ്റവും ആദ്യമേ തന്നെ ഇത് പറഞ്ഞിരുന്നത്, ഇത് അവരുടെ ഒരു സോഷ്യൽ നോംസ് പ്രകാരം അവരുടെ ആപ്പിൻ്റെ അപ്ഡേഷനൊക്കെ കാരണം പോകുന്നതാണ്, AI ടൂളിൻ്റെ അപ്ഡേഷൻ കാരണം പോകുന്നതാണെന്നൊക്കെയാണ്. അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഈ മെറ്റ എന്ന് പറയുന്ന കമ്പനി ഇവിടെ മാത്രമുള്ള കമ്പനി അല്ലല്ലോ. നാച്ചുറലി അത് ലോകം മുഴുവനുള്ള കമ്പനിയല്ല. ഇപ്പോൾ കേരളത്തിലും അതുപോലെ ഇന്ത്യയിൽ മാത്രമായിട്ട് ഇത് സംഭവിക്കും അല്ല. ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, കേന്ദ്ര ഗവൺമെൻറ് ഒരു ആപ്പുണ്ട്. ആ കേന്ദ്ര ഗവൺമെൻറ് ആപ്പിൽ നിന്ന് വളരെ പോർട്ടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ആപ്പുണ്ട്. ആ ആപ്പ് പോർട്ടലുമായി ബന്ധപ്പെട്ട് അവർ കൃത്യമായ ഒരു നോട്ടിഫിക്കേഷൻ കൊടുത്താൽ സഹയോഗി ആപ്പിൽ നിന്ന് കൃത്യമായൊരു അവർ ഈ പറയുന്ന പോലെ മെറ്റയുടെ AI ടൂളുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവരൊരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അത് നീക്കം ചെയ്യണം, 3 മണിക്കൂറിനുള്ളിൽ നീക്കം ചെയ്യണം. നേരത്തെ ആണെങ്കിൽ 24 മണിക്കൂറും 36 മണിക്കൂറും ഒക്കെ സമയം ഉണ്ടായിരുന്നു നേരത്തെ. പിന്നെ അത് ചുരുക്കി ഇപ്പോൾ 3 മണിക്കൂറാക്കി. ഇപ്പം ഗവൺമെൻറ് പറയാൻ പോകുന്നത് അത് 1 മണിക്കൂറിനകം നീക്കം ചെയ്യണമെന്നാണ്. അങ്ങനെ 1 മണിക്കൂറിനകം നീക്കം ചെയ്യണമെങ്കിൽ ലോക്കൽ ലീഗൽ അതോറിറ്റിയിൽ, ഒന്നുകില്ലെങ്കിൽ കോടതികൾക്ക് അല്ലെങ്കിൽ പോലീസിന് അതുപോലെയുള്ള ആളുകൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഗവൺമെൻറ്റിന് ഇത്തരം ആളുകൾക്ക് സാധിക്കുന്നൊരു കാര്യത്തിൽ താങ്കൾ ഒരു നിലപാടെടുക്കാത്തതെന്നാണ്. കാരണം താങ്കൾ കോൺഗ്രസിൻ്റെ കൂടി നേതാവാണ്, അല്ലാതെ താങ്കൾ ഒരു മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥൻ മാത്രമല്ലല്ലോ, കോൺഗ്രസിൻ്റെ നേതാവാണ്. അപ്പോൾ താങ്കൾ വളരെ ശക്തമായ നിലപാടെടുക്കുന്നതാണ്. കാരണം ഇന്ത്യയിൽ ഇത്തരത്തിൽ പ്രതിപക്ഷത്ത് ഇരിക്കുന്ന ആളുകളുടെ, അത് കേരളത്തിൽ ഉൾപ്പെടെയുള്ള ആളുകളുടെ പോകുന്നുണ്ടെങ്കിൽ ഞാൻ മെറ്റയ്ക്ക് കത്തെഴുതാം, ഞാൻ കേന്ദ്ര ഗവൺമെൻറ്റിന് കത്തെഴുതാം, ഇതിന് പിന്നിൽ
പിന്നിൽ ആരുടെ റിക്വസ്റ്റ് ആണെന്ന് ഞാനൊന്ന് അന്വേഷിക്കാം, ഞാൻ എന്ത് ചെയ്യാം, ഒഫീഷ്യലി തന്നെ അതിനെന്ത് ചെയ്യാം, കേന്ദ്ര ഗവൺമെൻറ്റിനോട് കാര്യങ്ങൾ ആവശ്യപ്പെടാമെന്ന് പറയുന്ന സ്ട്രോങ് ആയിട്ടുള്ളൊരു നിലപാട് വി.ഡി. സതീശൻ സർക്കാർ എടുക്കാത്തതിൻ്റെ കാരണം ഇതിൻ്റെ ഗുണം ഞങ്ങൾക്ക് കൂടി കിട്ടിക്കോട്ടെ എന്ന് വെച്ചാണോ അതോ കേരളത്തിൽ നിന്ന് റിക്വസ്റ്റ് പോയതുകൊണ്ടാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദുരൂഹമായി നിൽക്കുന്ന ആ ലീഗൽ റിക്വസ്റ്റ് ആരുടേതാണ് എന്ന് പറയുന്ന ചോദ്യത്തിന് ഇപ്പോഴും മറുപടിയില്ല. അത് നമുക്ക് മെറ്റ തരില്ല, പകരം എന്താണ് ലോക്കൽ റിക്വസ്റ്റ്, അതായത് ലോക്കൽ അതോറിറ്റീസിൻ്റെ ലോക്കൽ ലീഗൽ റിക്വയർമെൻറ്റ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ് എന്നുള്ളത് മാത്രമേ അവർ തരുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് ആരുടേതാണെന്ന് നമുക്ക് കണ്ടെത്തണ്ടേ. രണ്ടാമത്തെ കാര്യം, റിപ്പോർട്ടർ TV, ന്യൂസ് മലയാളം, കൈരളി എന്നീ മാധ്യമങ്ങൾ മാത്രം ടാർഗറ്റ് ചെയ്യപ്പെടുന്നതിൻ്റെ പിന്നിൽ ചോയ്സ് ആരുടേതാണ് എന്നുള്ളത് ഒരു വലിയ പ്രധാനപ്പെട്ട വിഷയമല്ലേ. മെറ്റയ്ക്ക് സംഭവിച്ച അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മെറ്റയ്ക്ക് സംഭവിച്ചത് ഒരു സാങ്കേതിക പിഴവായിരുന്നു എന്നാണ് നമ്മുടെ ഇവിടെയുള്ള ബാക്കിയുള്ള എല്ലാ മാധ്യമങ്ങളും, അതായത് ഇതൊന്നും അഫക്റ്റഡ് ആകാത്ത മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തത്. എന്തൊരു റിപ്പോർട്ടിംഗ് ആണത്. അതായത് ഒരു സാങ്കേതിക പിഴവ് മാത്രമാണ്, ഇത് പൊളിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് കുറേ നമ്മളിവിടുത്തെ യൂട്യൂബ് ചാനലുകളും കുറേ പറയുന്ന പ്രോ സംഘപരിവാർ യൂട്യൂബ് ചാനലുകളും സംഘപരിവാറിനോട് അനുകൂലമായിട്ടുള്ള യൂട്യൂബ് ചാനലുകളും അതുപോലെ വി.ഡി. സതീശ മേനോൻസ് BDAയും ഒക്കെ തന്നെ ഒരു വ്യാജ വാർത്ത ഒരുപോലെ പടച്ചുവിട്ടത് എവിടെ നിന്നായിരുന്നു നിങ്ങളുടെ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വാർത്തക്ക് നിങ്ങൾ എവിടെ നിന്നാണ് സോഴ്സ്? പോലീസ് പറഞ്ഞോ, അതോ മെറ്റ വിളിച്ച് പറഞ്ഞോ? എന്തായിരുന്നു ഡീറ്റെയിൽസ്? എന്തെങ്കിലും ഒഫീഷ്യലായിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നോ? അതെങ്ങനെ വാർത്തയായി? അത് വളരെ ഒരു ടെക്നിക്കലായിട്ടുള്ള ഒരു എറർ മാത്രമാണ് എന്നുള്ളത് ഒരു തെളിവുമില്ലാഞ്ഞിട്ട് ഇങ്ങനെ വാർത്ത കൊടുത്തതാരാണ്, ആരുടെ താല്പര്യപ്രകാരമാണ് എന്ന് അന്വേഷിക്കുമ്പോൾ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി അങ്ങ് പറഞ്ഞത് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയാണെന്ന് നിങ്ങൾ വിചാരിച്ച് മനസ്സിലാക്കണം. കാരണം മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറ്റവും കുറഞ്ഞ പക്ഷം പോരാടേണ്ട നിങ്ങൾ താൽക്കാലികമായി ഇപ്പം നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവുമ്പോൾ മറ്റേ പ്രശസ്തരായിട്ടുള്ള ഒരു കൊട്ടേഷൻ ഉള്ളതുപോലെ തന്നെ അതൊക്കെ ആരുടേതാണെന്ന് നിങ്ങൾക്കറിയാലോ, ഞാൻ വിശദീകരിക്കേണ്ട. ആദ്യം അവർ ഈ പറയുന്ന പോലെ എന്ത് ചെയ്തു, അവരെ തേടി വന്നു. അപ്പോൾ അവരല്ലേ എന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു, മിണ്ടാതിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ അവർ എന്നെ തേടി വന്നപ്പോൾ എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ വാചകമൊന്നും മറന്നു പോരുത്. അത് തീർച്ചയായിട്ടും ഓരോ മാധ്യമവും ചെവിയിലുള്ളിൽ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ആ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇവിടെ ഒരു വിലാപവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, പകരം ഇത് കുഴപ്പമൊന്നുമില്ല, അത് മെറ്റയ്ക്ക് പറ്റിയ ചെറിയൊരു കംപ്ലൈൻ്റ് ആണ്, ഒരു ടെക്നിക്കൽ പിഴവാണ് എന്ന് മാത്രം വരുത്തി തീർക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നതിൻ്റെ പിന്നിൽ കരങ്ങൾ ആരുടേതാണ്, ചിന്ത ആരുടേതാണ്, ബുദ്ധി ആരുടേതാണെന്നുള്ളത് വലിയ ചോദ്യമാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശനും യഥാർത്ഥത്തിൽ ഇവിടെയുള്ള മറ്റു മാധ്യമങ്ങളൊക്കെ ഇതിലൊരു ക്ലാരിറ്റി വരുത്തേണ്ടതാണ്. കൂടാതെ ഇവിടുത്തെ ഗവൺമെൻറ്റുകൾ, കേന്ദ്ര ഗവൺമെൻറ്റാണ് അങ്ങനെ പെരുമാറുന്നതെങ്കിൽ അതൊരു വലിയ ചോദ്യം കൂടിയാണ്. കാരണം കേന്ദ്ര ഗവൺമെൻറ് വി.ഡി. സതീശനെയൊക്കെ സഹായിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള റിക്വസ്റ്റുകൾ കൊടുക്കുന്നത് എന്തിനാണ് എന്നുള്ളത് ഒരു വലിയ 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 ചോദ്യമാണ്.